ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ്, അവരുടെ ചിന്തകൾ എന്താണ് എന്നുള്ളത്, ഇപ്പോഴത്തെ ചിന്തകൾ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ ഓഫർ ടൈമാണ്. എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ്, എന്താണ് അവരെന്താണ് ചിന്തിക്കുന്നത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട്. എയ്റ്റ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നത്. ഇത് ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ടു ഓഫ് സോർഡ്സ്, ടെമ്പറൻസ്, King of Cups, Hierophant and Nine of Wands, Knight of Cups. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് സ്റ്റാർ കാർഡാണ്. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ആഗ്രഹമാണിത്. ഈ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഹാപ്പി ലൈഫ് ആക്കണം, ഹാപ്പി ഫാമിലി ആക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. സ്റ്റാർ കാർഡിനകത്ത് ഇവർ ഒരുപാട് ഹോപ്പ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രതീക്ഷ കൊടുക്കുക, റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് 8 ഓഫ് വൺസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ലവിനെ കുറിച്ചിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് നിങ്ങളുടെ പേഴ്സണ്. ഇത് എവിടെ ചെന്ന് എത്തും എന്നുള്ളത് അവർക്കറിയില്ല, പക്ഷെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഫുൾ കാർഡ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്, റീയൂണിയനൊക്കെയാണ്. സോ റീയൂണിയൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ് സ്റ്റേജ് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്നേഹത്തിനെ അവർ പിന്നെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള പല കമ്മിറ്റ്മെൻറ്റ്സും പല കാര്യങ്ങളും മെമ്മറീസായി കിടക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഇനി എന്തായിരിക്കും, അല്ലെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള സംതിങ് ലൈക്ക് തോട്ട്സുകൾ. ഓക്കെ, ഇവിടെ 2 ഓഫ് സോർഡ്സിന് എനർജി വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ പേഴ്സണൽ കൺഫ്യൂഷൻ ഉണ്ട്. ബിക്കോസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കാരണം ഇവിടെ കൺഫ്യൂഷൻ ഉണ്ട്. സ്റ്റിൽ അവർക്കൊരു കൺഫ്യൂഷൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഒരു മടിയുള്ളതുപോലെ. ഓക്കെ, കാരണം നിങ്ങളതിനെ എങ്ങനെയാണ് എടുക്കുക, നിങ്ങളതിനെ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിന് എങ്ങനെയായിരിക്കും തിരിച്ച് ബിഹേവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ പേഴ്സണെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ, അല്ലെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു അപ്രോച്ചിങ് നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു തോട്ട് അവർക്കുണ്ട്. ടെമ്പറൻസ് വരുമ്പം നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സും കാര്യങ്ങളും ഈ പേഴ്സൺ ഉണ്ട്, ഒരുപാട് ഫീലിങ്സ് ഉണ്ട്. പക്ഷേ അതിനെ ഒരു ഓവർഫ്ലോ ചെയ്യാതെ, അല്ലെങ്കിൽ ഓവറായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാതെ അവർ തന്നെ ബാലൻസ് ചെയ്യാണ്. അവരുടെ ലൈഫിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഈ റിലേഷൻഷിപ്പിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണോ അങ്ങനത്തെ കാര്യങ്ങളെ അവർ വളരെയധികം ബാലൻസ് ചെയ്ത് വെക്കുകയാണ്. അതിന് പുറത്തോട്ട് അങ്ങനെ വിടുന്നില്ല എന്നുള്ളതാണ്. ടെമ്പറൻസ് ഹീല് ചെയ്യുന്നുണ്ട്. ആൻഡ് കിങ് ഓഫ് കപ്സ് ആണ്. എഗെയിൻ കൺഫർമേഷൻ ആണ്. ഒരുപാട് ഫീലിങ്സ് ഉണ്ട് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത്. ഇമോഷണലി നിങ്ങളുടെ അടുത്ത് കണക്റ്റ് ആവുന്നുണ്ട്. ഇമോഷണലി ബാലൻസ്ഡ് ആവാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ ഓർമ്മകളാണ് ഈ പേഴ്സണ് മെയിനായിട്ടും ഉള്ളത്. ഈ ഓർമ്മകൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റാത്തതുപോലെ, അല്ലെങ്കിൽ ആ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥ പോലെ. സോ അതുകൊണ്ട് തന്നെ അതിനോടൊരു അറ്റാച്ച്മെൻറ്റോടെ നിൽക്കുന്നത് പോലെ, നിങ്ങളുടെ സ്നേഹത്തോട് കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നത് പോലെ, ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത സമയത്ത് പോലും ഉള്ളതുപോലെയുള്ളൊരു ഫീലിങ്സ് അവർക്കുണ്ട്. ഓക്കെ, ഈ ഒരു
ഒരുപാട് ഫീലിങ്സ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആകുമ്പോഴും അവരെ തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ഹെയറോഫൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ പേഴ്സൻ്റെ തോട്ടിനകത്ത്, ചിന്തകളിനകത്ത് ഇവിടെ നിങ്ങളെ മാരേജ് ചെയ്യണമെന്നിവർ ആഗ്രഹിക്കുന്നുണ്ട്. മാരേജ് പോസിബിലിറ്റി ആണത്. മാരേജിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു മാരേജിൻ്റെ കാര്യം അല്ലെങ്കിൽ ലൈഫിലെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ 9 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളാണ്. ചുറ്റിനും ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് സ്നേഹം കൊടുക്കാൻ ഈ വ്യക്തിക്ക് ചുറ്റിനും ഒരുപാട് പേരുണ്ട്. ഫ്രണ്ട്സ് ആയിരിക്കാം, ഈവൻ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. എന്താണെങ്കിലും ഇവർക്ക് ഒറ്റയ്ക്ക് നടക്കുകയാണ് ഇവർ ചെയ്യണത്. ഇപ്പോൾ ഫാമിലി ഉള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണെങ്കിലും നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള തേർഡ് പാർട്ടികൾ കടന്നു വന്നിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കാരണമാണെങ്കിലും എന്താണെങ്കിലും ഈ പേഴ്സൺ ഇപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് മാറി ഒറ്റയ്ക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ അടുത്തോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന് ഇവർ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്വപ്നം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിലുള്ള ഹാപ്പി മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഇവർ സ്വപ്നം കാണുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് ഒന്നും കൂടി അത് റീകണക്റ്റ് ആയി കഴിയുമ്പോൾ അവർ പ്രപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഗിഫ്റ്റ്സ് തരുന്നത്, നിങ്ങളെ ഡേറ്റിംഗ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വപ്നം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമ്മൾ പറഞ്ഞു സ്റ്റാർ കാർഡും അതുപോലെ തന്നെ 10 ഓഫ് പെൻറ്റക്കിൾസും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. ഇതൊക്കെ അവരുടെ പ്രതീക്ഷകളാണ്. അവർക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇപ്പോഴും നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അവരുടെ ഒരു വിശ്വാസമാണ്. സോ അതുകൊണ്ടാണ് ഹോപ്പിൻ്റെ കാർഡ് വരുന്നത്. ഇവിടെ 6 ഓഫ് വാൻഡ്സിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴും സ്റ്റേബിൾ അല്ല. ഓക്കെ, കാരണം തേർഡ് പാർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴും സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ അതിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ളത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു ആക്ഷൻ ഒന്നും അവർ എടുത്തിട്ടില്ല. ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് അത് റിവേഴ്സ്ഡ് വന്നിട്ടുള്ളത്. 7 ഓഫ് വാൻഡ്സിന് എനർജിയാണ്. എഗെയിൻ നമുക്ക് കൺഫർമേഷനാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ വ്യക്തി റിലേഷൻഷിപ്പിൽ. അതായത് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഇത് തന്നെ തിരിച്ചു വേണം, അല്ലെങ്കിൽ ഇത് തന്നെ ഇവരുടെ ലൈഫിലേക്ക് വരണം എന്നിവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് 7 ഓഫ് വാൻഡ്സ് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഇടയിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ നടക്കുമ്പോഴും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുമ്പോഴാണ് അവിടെ ബ്ലോക്കേജുകൾ വരുന്നത്. ഈ പേഴ്സണ് ക്യാരക്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുമ്പോഴാണ്. ഓക്കെ, ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് നമ്മൾ ഓൾറെഡി കണ്ടു. 2 ഓഫ് വാൻഡ്സ് കൺഫ്യൂഷൻ ഉണ്ട്. ഈ പേഴ്സണ് കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പം ഇവർക്ക് ഇങ്ങനെ സ്പാർക്ക് അടിക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ ഫീലിങ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട്. അതായത് എത്ര വർഷത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും, എത്രയോ ഒരു 10 വർഷത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും പഴയ ആ തുടക്കം നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ തുടക്കം വന്നിട്ടുള്ള ആ ഒരു സ്നേഹം എങ്ങനെയാണോ അത് ഇപ്പം കറൻ്റ്ലി അവർക്ക് ഇപ്പം അങ്ങനെയുള്ളൊരു സ്നേഹത്തിലേക്കാണ് അവർ പോകുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും തുടക്കം നിങ്ങൾ വന്ന സമയത്ത് ഒരു സ്നേഹം, ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം, എന്താ പറയുക, റൊമാൻറ്റിക് ആയിട്ട് ഒരു പ്രത്യേക ഫീലും അങ്ങനെയൊക്കെയുള്ള ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ലേ. ആ ഒരു എനർജിയാണ് ഇപ്പം എഗെയിൻ പിന്നെയും അവർക്ക് ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എഫെക്ഷനാണ് ഇപ്പോൾ വീണ്ടും നിങ്ങളടുത്തോട്ട് ഈ പേഴ്സണ് തോന്നുന്നത്. അങ്ങനെയാണ് അവർ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 10 ഓഫ് കപ്സ് പിന്നെയും ബോട്ടം ഓഫ് ദ ഡെക്ക് നമ്മൾ കണ്ടു. ഇതും വളരെ പോസിറ്റീവാണ്. ഒരു ഹാപ്പി ഫാമിലി ആക്കാൻ ഈ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് മെയിൻലി ഇതിലെ ബ്ലോക്കേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സോഡിയാക് സൈൻ നോക്കാം. ലിബ്ര, ടോറസ്, സ്കോർപിയോ, ലിയോ, കാപ്രിക്കോൺ. ലിയോ എഗെയിൻ വന്നിട്ടുണ്ട്. ക്യാൻസർ, സാജിറ്റേറിയസ്, ഏരിയസ്, ലിബ്ര, ജെമിനി, ജെമിനി അഗെയിൻ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ, അക്യൂറിയസ്. ക്ലോസും കൂടി നോക്കാം.
ലെറ്റർ ക്യൂ വന്നിട്ടുണ്ട്, നമ്പർ 28 വന്നിട്ടുണ്ട്. ലെറ്റർ ബി വന്നിട്ടുണ്ട്, 15 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. ലെറ്റർ പി വന്നിട്ടുണ്ട്, 1 നമ്പർ വന്നിട്ടുണ്ട്, ക്യൂ വന്നിട്ടുണ്ട്. 33 വന്നിട്ടുണ്ട്, 56 വന്നിട്ടുണ്ട്. ലെറ്റർ എസ് വന്നിട്ടുണ്ട്, 21 വന്നിട്ടുണ്ട്. ലെറ്റർ ഇ വന്നിട്ടുണ്ട്, 56 ആൻഡ് 42 വന്നിട്ടുണ്ട്. ലെറ്റർ എച്ച് വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്. ലെറ്റർ എ വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്. 38 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 28 വന്നിട്ടുണ്ട്. ലെറ്റർ എസ് വന്നിട്ടുണ്ട്, 35 വന്നിട്ടുണ്ട്, ഇസഡ് വന്നിട്ടുണ്ട്. 34 ആൻഡ് 40 വന്നിട്ടുണ്ട്. 39 വന്നിട്ടുണ്ട്, ലെറ്റർ ബി വന്നിട്ടുണ്ട്. ലെറ്റർ കെ വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട് ആൻഡ് 31 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം ഓഫർ ടൈമാണ്. നിങ്ങൾക്ക് ഓഫേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക.